കോച്ച് ജൂലിയൻ നാഗൽസ്മാന് കീഴിൽ ഒരുപിടി ന്യൂ ജനറേഷൻ താരങ്ങളുമായാണ് ആതിഥേയരായ ജർമ്മനി നേഷൻസ് ലീഗ് സെമിഫൈനലിൽ പോർച്ചുഗലിനെ നേരിടാനെത്തുന്നത്. കഴിഞ്ഞ 3 തവണയും കയ്യെത്തിപ്പിടിക്കാനാകാത്ത നേഷൻസ് ലീഗ് കിരീടത്തിൽ ആദ്യമായി മുത്തമിടാൻ ഉറപ്പിച്ചാണ് അവരുടെ വരവ്. നേഷൻസ് ലീഗിൽ കന്നി കിരീടം തേടിയിറങ്ങുമ്പോൾ പരിക്കാണ് ജർമ്മനിയെ വിഷമിപ്പിക്കുന്നത്. ഈ സീസണിൽ കളിച്ച 8 മാച്ചിൽ 5 ജയവും 3 സമനിലയുമായി തോൽവി അറിയാതെയാണ് ജർമ്മൻ യുവനിരയുടെ വരവ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 8 എണ്ണം മാത്രമാണ് തിരികെ വഴങ്ങിയത്. 3 ക്ലീൻ ഷീറ്റുകൾ നേടാനായി. ഹാംസ്ട്രിംഗ് ഇഞ്ചുറിക്ക് ശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന കൈ ഹാവേർട്സും പരിക്കേറ്റ ജമാൽ മുസിയാല, അന്റോണിയോ റൂഡിഗർ, ടിം ക്ലീൻഡിയൻസ്, നിക്കോ ഷ്ലോട്ടർബെക്ക് എന്നിവരില്ലാതെയാണ് ജർമ്മനി സെമിഫൈനൽ കളിക്കാനെത്തുന്നത്. പകരക്കാരനായി ഫ്ലോറിയൻ വിഡ്സ്, വാൾഡമർ ആൻഡൻ, അലക്സാണ്ടർ പാവ്ലോവിച്ച്, നിക്ലാസ് ഫ്യുവൽക്രഗ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്റ്റഡ്ഗാർഡ് സ്ട്രൈക്കർ നിക് വോൾട്ടമേഡ്, ബയൺ മ്യൂണിക് മിഡ്ഫീൽഡർ ടോം ബിഷപ്പ് എന്നിവരെയും ടീമിലെത്തിച്ച് ടീമിനെ ആകെ അഴിച്ചു പണിഞ്ഞിട്ടുമുണ്ട്. മ്യൂണിക്കിൽ ഫൈനൽ കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ പറയുന്നത്. ടിം ക്ലൈൻഡിയൻസ്റ്റിന്റെ അഭാവത്തിൽ മുന്നേറ്റ നിരയിൽ നിക് വോൾട്ടമേഡ് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. കഴിവിന്റെ പരമാവധി നന്നായി കളിക്കാനായാൽ നമുക്ക് പോർച്ചുഗലിനെ തോൽപ്പിക്കാൻ കഴിയും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫൈനലിൽ എത്താൻ സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും എന്നാണ് ജർമ്മൻ കോച്ചിന്റെ വിലയിരുത്തൽ. 2014 ജർമ്മനി അവസാനമായി ലോകകപ്പ് നേടിയത്. അവർ കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി നാണം കെട്ടിരുന്നു. 2023 സെപ്റ്റംബറിലാണ് ജൂലിയൻ നാഗൽസ്മാൻ കോച്ചായി ചുമതലയേറ്റത്. പിന്നാലെ ജർമ്മനിയെ സ്വന്തം മണ്ണിൽ വെച്ച് കിടന്ന 2024 യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ നേഷൻസ് ലീഗ് സെമിഫൈനൽ യോഗ്യതയും ജർമ്മനി നേടിക്കഴിഞ്ഞു. മുൻ ബയൺ മ്യൂണിക് പരിശീലകമായി 2028 വരെ ജർമ്മൻ ടീം കരാർ നീട്ടിയിട്ടുണ്ട്.